ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഒരു ചെറിയ സംഭവ കഥയാണ്, അല്ലെങ്കിൽ ഒരു സാങ്കല്പിക കഥ ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, പണ്ടൊരിക്കൽ ഒരു മണ്ണാങ്കട്ടയും കരികിലയും ഒരു യാത്ര പോയി. കരികിലയും മണ്ണാങ്കട്ടയും ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു. കാരണം കാറ്റ് വരുമ്പോൾ കരിയില എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഇല, അത് കാറ്റ് വരുമ്പോൾ പറന്നു പോവും, പറന്ന് എവിടെയെങ്കിലുമൊക്കെ പോയി വീഴും. അപ്പോൾ അങ്ങനെ പറന്നു പോകാതിരിക്കാൻ വേണ്ടി ചങ്ങാതിയായ മണ്ണാങ്കട്ട ആ കരികിലയുടെ മുകളിൽ കയറിയിരുന്ന് അതിന് രക്ഷപ്പെടുത്തും. മഴ വന്നാലോ ഈ മണ്ണാങ്കട്ട അരിഞ്ഞരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി കരികില മണ്ണാങ്കട്ടയുടെ മുകളിൽ കയറിയിരിക്കും. ഇങ്ങനെ അവർ പരസ്പരം രക്ഷിച്ചുകൊണ്ട് വളരെ നാളുകൾ അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അതിന് ഒരു ദിവസം മണ്ണാങ്കട്ട കരികിലയോട് പറഞ്ഞു, കരികിലെ നമുക്ക് ഒരു യാത്ര പോകാം, കുറേ നാളായില്ലേ ഇവിടെ തന്നെ നമ്മൾ കിടക്കുന്നത്. അങ്ങനെ രണ്ടുപേരും കൂടി സഞ്ചരിക്കാൻ തുടങ്ങി കുറച്ചങ്ങ് ചെന്നപ്പോൾ ഒരു വനത്തിൽ ആയി. വനത്തിലകപ്പെട്ടപ്പോൾ ആദ്യം നല്ല കാറ്റ് വീശിയപ്പോൾ കരികില നേരെ പറന്ന് അങ്ങോട്ട് പോയി. ഓടിച്ചെന്ന് കരികിലയെ രക്ഷപ്പെടുത്താൻ വേണ്ടി മണ്ണാങ്കട്ട അതിൻ്റെ പുറത്ത് പോയിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കാറ്റ് പോയപ്പോൾ രണ്ടുപേരും തിരിച്ചു പോന്നു. കുഴപ്പമില്ല, രണ്ടാൾക്കും കുഴപ്പം ഒന്നും കിട്ടിയില്ല. വളരെ വളരെ സന്തോഷം. എന്നാൽ അതും കഴിഞ്ഞ് കുറച്ച് നേരം കൂടി കഴിഞ്ഞപ്പോൾ ഒരു സന്ധ്യ ആയപ്പോൾ വീണ്ടും നല്ലൊരു കാറ്റ്. അപ്പോഴും മണ്ണാങ്കട്ട കരികിലയുടെ മുകളിൽ കയറി ഇരുന്ന് രക്ഷപ്പെടുത്തി. പക്ഷെ ആ കാറ്റ് മാറിക്കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ വന്നു. കരികില പറഞ്ഞു, എനിക്ക് എത്രയോ വട്ടം ഉപകാരം ചെയ്ത ചേട്ടനാണ് മണ്ണാങ്കട്ട, ആ ചേട്ടനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് പറഞ്ഞ് കരികില മണ്ണാങ്കട്ടയുടെ മുകളിൽ പോയിരുന്ന് മഴയിൽ നിന്ന് മണ്ണാങ്കട്ടയെ തടുത്തു, രക്ഷിച്ചു. അതും കഴിഞ്ഞ് കുറേ 1-2 മണിക്കൂറുകൾ കൂടി കഴിഞ്ഞപ്പോൾ വരുന്നു ആദ്യം കാറ്റ്. അപ്പോൾ മണ്ണാങ്കട്ട പോയി മുകളിൽ കയറിയിരുന്നു. അപ്പോഴേ വരുന്നു മഴ. തിരിച്ചും കയറിയിരുന്നു. അല്പം കഴിഞ്ഞില്ല, മഴയും കാറ്റും കൂടി ശക്തമായി ഇങ്ങോട്ട് വന്നു. കരികില ഒരു പറക്കലങ്ങ് പറന്ന് കുറേ ദൂരെയുള്ള ഒരു കുളത്തിൽ പോയി വീണു. മൂപ്പല അവിടെ കിടന്ന് വഫാത്തായി. അത് കഴിഞ്ഞു. മണ്ണാങ്കട്ടയാണെങ്കിലോ നല്ല ശക്തമായ മഴയിൽ കുതിർന്ന് അലിഞ്ഞ് മറ്റുള്ള മണ്ണോട് ചേർന്നു. അങ്ങനെ രണ്ടുപേരുടെയും കഥ അതോടെ അവസാനിച്ചു.